ചില്ലാനും പേജുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോഴ്സിബിൾ ഓറൽ സെക്സ് നടന്നിട്ടുണ്ട്. ആ കാറില് അതിൻ്റെ മാറ്റിൽ നമ്മൾ കാല് ചവിട്ടുന്ന സ്ഥലത്ത് അവിടെ സ്രവങ്ങൾ വീണിരുന്നു. അതിൻ്റെ സാമ്പിൾ എടുത്തിരുന്നു. നടിയുടെ പാൻറ്റിൽ ഷർട്ടിൽ ഒക്കെ ഇത് ഉണ്ടായിരുന്നു. പിന്നെ മുടി ഇതെല്ലാം ഉണ്ടായിരുന്നു. വെറുതെ ഇതെല്ലാം പോലീസ് കണ്ടെടുത്തു. അത് സയന്റിഫിക് ആയിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവര് ഇത് നമ്പർ ഇട്ട് അടയാളപ്പെടുത്തി ഫോറൻസിക് ലാബിൽ അയക്കുന്നു. ഫോറൻസിക് ലാബിൽ അത് പരിശോധിക്കുന്നു. DNA പരിശോധിക്കുന്നു. ഹലോ, നടിയെ ആക്രമിച്ച കേസിലെ 2ാം പ്രതി മാർട്ടിൻ, അയാളുടെ വീഡിയോയാണ് ഇപ്പം ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവൻ പറയുന്നത് വിശ്വസിച്ചിട്ട് കുറേ ആൾക്കാരിപ്പം ഈ നടിയെ, അതായത് അതിജീവിതയെ അപമാനിക്കുന്നുണ്ട്. ഇതൊക്കെ സഹിക്കാൻ വയ്യാഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. അതിജീവിത ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പോഴും അതിജീവിതയെ കുറ്റം പറയുന്ന ആൾക്കാർക്ക് ഇത് പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല ഈ പോസ്റ്റിൽ. പക്ഷേ അതല്ലാതെ ആൾക്കാർക്ക് കുറേ അർത്ഥങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാവും. പോസ്റ്റ് ഇത്രയേ ഉള്ളൂ: ഞാൻ ചെയ്ത തെറ്റ്. എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അതപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ടു പോയത്. അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇതെന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിൽ പോയ 2ാം പ്രതി പോകുന്നതിന് മുൻപ് ഒരു വീഡിയോ എടുത്തത് കണ്ടു. അതിൽ ഞാനാണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തതെന്ന് കൂടെ പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ്. ലെറ്റ് മീ ലിവ്. എന്നെ ഒന്ന് ജീവിക്കാൻ വിടൂ. ഈ മാർട്ടിൻ എന്ന 2ാം പ്രതിയുടെ ഈ ഒരു വീഡിയോ പുറത്തിറങ്ങിയതോടെ ഈ നടിക്കുള്ള അല്ലെങ്കിൽ അതിജീവിതയ്ക്ക് ഉള്ള സൈബർ അറ്റാക്ക് കുറച്ചൊന്നുമല്ല കൂടിയേക്കുന്നത്. ഇങ്ങനൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന രീതിയിൽ വരെ പറയുന്ന ആൾക്കാരുണ്ട്. ഈ ജഡ്ജിമെൻ്റ് വായിച്ച ആൾക്കാർക്കറിയാം എന്തൊക്കെയാണ് അവിടെ നടന്നേക്കുന്നത്, എന്തൊക്കെയാണ് ഈ വണ്ടി വെച്ച് നടന്നത്, എന്താണ് അവിടെ കോടതിയിൽ സംഭവിച്ചതെന്നൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ജഡ്ജിമെൻറ്റ്. അതുകൊണ്ട് തന്നെ വായിച്ച് എനിക്കറിയാം എന്തൊക്കെയാണെന്നുള്ളത്. പക്ഷെ ഒരു പെണ്ണെന്ന നിലയിൽ എനിക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ വയ്യ. ഒരു തവണ വായിച്ചപ്പോൾ തന്നെ ഒമിറ്റ് ചെയ്യണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ കരയണോ ഒന്നും അറിയാതെ ഒരവസ്ഥ ഉണ്ടല്ലോ. ആ അവസ്ഥയിൽ കുറച്ച് നേരം കടന്നു പോയ ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ പെയിൻ എന്താണെന്നുള്ളത്. ഈ വായിച്ച് എനിക്ക് ഇത്ര പെയിൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും വെറുപ്പും മറപ്പും ഒക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഫേസ് ചെയ്ത ഒരാളുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. 700 ചില്ലാനും പേജുകളിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഫോഴ്സിബിൾ ഓറൽ സെക്സ് നടന്നിട്ടുണ്ട്. ആ കാറില് അതിൻ്റെ മാറ്റിൽ നമ്മൾ കാല് ചവിട്ടുന്ന സ്ഥലത്ത് അവിടെ സ്രവങ്ങൾ വീണിരുന്നു. അതിൻ്റെ സാമ്പിൾ എടുത്തിരുന്നു. നടിയുടെ പാൻറ്റിൽ ഷർട്ടിൽ ഒക്കെ ഇത് ഉണ്ടായിരുന്നു. പിന്നെ മുടി ഇതെല്ലാം ഉണ്ടായിരുന്നു. വെറുതെ ഇതെല്ലാം പോലീസ് കണ്ടെടുത്തു. അത് സയന്റിഫിക് ആയിട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ അവര് ഇത് നമ്പർ ഇട്ട് അടയാളപ്പെടുത്തി ഫോറൻസിക് ലാബിൽ അയക്കുന്നു. ഫോറൻസിക് ലാബിൽ അത് പരിശോധിക്കുന്നു. DNA പരിശോധിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് കൺഫേം ചെയ്യുന്നു ഈ സംഭവം നടന്നിട്ടുണ്ടെന്നും ഇത് ഈ സ്രവങ്ങളുടെയൊക്കെ ഉറവിടം പൾസർ സുനിയുടെ ശരീരമാണെന്നും കണ്ടെത്തിയിട്ടാണ് റേപ്പ് കൺഫേം ചെയ്യുന്നത്. അല്ലാതെ നടി പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടല്ല. അങ്ങനെ നടി പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടുവരെ അത് വായിച്ച ഒരാൾക്കുണ്ടല്ലോ, ആ ഒരാൾക്ക് മനസ്സിലാവും ഇതൊന്നും അല്ല കൊടുക്കേണ്ടതെന്നുള്ളത്. അത്രയ്ക്കും മനുഷ്യന് ദേഷ്യമോ വെറുപ്പോ എന്തൊക്കെയാണോ മനുഷ്യൻ ആ ഒരു സാധനം വായിച്ചിട്ട് വരാമെന്നേ അത്രയും കാര്യങ്ങൾ നമുക്ക് വരും.
സീരിയസ്ലി എനിക്ക് അത് വായിച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്താ തോന്നിയെന്നറിയോ, ഇവന് ശിക്ഷയൊന്നും വേണ്ട, വല്ല കത്തിയോ എന്തേലും കിട്ടിയായിരുന്നെങ്കിൽ അവിടെ തന്നെ അങ്ങ് തീർത്താൽ മതിയായിരുന്നു. സ്വയം രക്ഷയ്ക്ക് വേണ്ടി ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജയിലിൽ പോയി കിടന്നാലും കുഴപ്പമില്ലായിരുന്നു. ഈ മാർട്ടിൻ എന്ന് പറയുന്ന നാറി അത് ഭൂലോക കള്ളനെന്നോ അല്ലെങ്കിൽ വേറെ വല്ലതുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയണം. അവൻ ആരോ എഴുതി കൊടുത്ത ഒരു സാധനം അത് അവൻ നോക്കി വായിക്കുന്നു, അത് അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ അവൻ മുൻകൂട്ടി പഠിച്ചു വെച്ച ഒരു കാര്യം അവനത് പറഞ്ഞു, അത് വിശ്വസിച്ചിട്ട് കുറേ ആൾക്കാർ നടക്കുന്നുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോഴും ആ ഒരു അതിജീവിതയെ നന്നായിട്ട് കുറ്റപ്പെടുത്തുന്നുണ്ട്. കുറേ ആൾക്കാർ ഇപ്പോഴും ദിലീപിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. നിങ്ങൾ സപ്പോർട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല, പക്ഷേ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ സ്ഥാനത്ത് സ്വന്തം കുടുംബത്തിൽ ആരെങ്കിലും ഒരാളെ വച്ച് നോക്കി ഒന്ന് താരതമ്യം ചെയ്തിട്ട് നിങ്ങൾ അതിനെ പോയി കുത്തിക്കീറി മുറിക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യും, അപ്പോൾ മനസ്സിലാവും. ഈ അതിജീവിത എന്ന് പറയുന്ന വ്യക്തിക്ക് അത്രയ്ക്ക് മടുത്ത് കാണൂടെ. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു പോസ്റ്റ് വന്നിട്ടേക്കുന്നത്. ഞാൻ നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തു എന്നും കൂടെ പറയണമായിരുന്നു എന്ന് പറയണമെങ്കിൽ ഇത്രയൊക്കെ കടന്നു പോയിട്ടും വീണ്ടും വീണ്ടും ആൾക്കാരുടെ വായിലിരിക്കുന്നത് ഇങ്ങനെ കേൾക്കുമ്പം ആർക്കായാലും തോന്നിപ്പോടെ ഇതിനേക്കാളും വേദം ഇങ്ങനെയൊക്കെ ഞാൻ അവരെ അങ്ങോട്ട് കയറി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ പോരായിരുന്നു എന്നുള്ളത്. അമ്മാതിരി കള്ളങ്ങളാണ് ഈ മാർട്ടിൻ എന്ന് പറയുന്ന പുന്നാര നല്ല മോൻ അവിടെ വന്നിട്ട് പറയുന്നത്. കുറച്ചെങ്കിലും എത്തിക്സ് എന്ന് പറഞ്ഞൊരു സാധനം വേണം. എടാ, നീ ചെയ്യാനുള്ളതോ നീ ചെയ്തു, നീ ജയിലിലോ പോയി പടാരടങ്ങാൻ വേണ്ടി പോകുന്നു, ആ പോകുന്നതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഒരു തട്ടും കൂടെ വെക്കണോ? വീഡിയോയ്ക്ക് പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്നതടക്കം അന്വേഷിക്കും. തൃശൂർ ക്രൈംബ്രാഞ്ചിനാണ് അന്വേഷണ ചുമതല. മാർട്ടിനെ ജയിലിലെത്തി ചോദ്യം ചെയ്യുകയും ആവശ്യമെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നും തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ ദേശ്മുഖ് വ്യക്തമാക്കി. അതിന്റെ ഇൻവെസ്റ്റിഗേഷന് ഒരു സ്പെഷ്യൽ സംഘത്തെ നമ്മൾ നിയമിച്ചിട്ട് ഒരു ഇംപാർഷ്യലും പ്രോപ്പർ ഇൻവെസ്റ്റിഗേഷൻ നടക്കാൻ പോവാണ്. ഇതിൻ്റെ അകത്ത് ഈ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്ക്, വീഡിയോ ഷൂട്ട് ചെയ്ത ആൾക്കാർക്ക്, അതിൻ്റെ കൂടെ തന്നെ അതിൻ്റെ സർക്കുലേഷനും ഡിസ്ട്രിബ്യൂഷൻ ചെയ്ത ആൾക്കാർക്ക് ആർക്കാണ് അതെല്ലാം നോക്കിയിട്ട് അത് ബന്ധപ്പെട്ട് നമുക്ക് കൃത്യമായിട്ട് ലീഗൽ നടപടികൾ എടുക്കാൻ പോവാണ്. നടിയെ ആക്രമിച്ച കേസിലെ വിധിക്ക് പിന്നാലെ ഫയൽ ചെയ്ത ആ വീഡിയോ പ്രചരിപ്പിച്ചവർക്കെതിരെ, അത് വീഡിയോ ചെയ്തവർക്കൊക്കെ കേസ് വരുന്നുണ്ട്. ഞാൻ ആ വീഡിയോ ചെയ്തിട്ടില്ല, കാരണം എനിക്ക് ഇവൻ്റെ കള്ളങ്ങളെ കേൾക്കാനോ എന്തിനെ കീറി മുറിക്കാനോ വയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ ആ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് വയ്യ, കാരണം ഞാനത് ആരുടെയൊക്കെയോ അതിന്നൊക്കെയോ കേട്ടപ്പോഴേ എനിക്ക് മടുത്തായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഞാനത് ചെയ്തിട്ടില്ല. ഇപ്പോൾ അത് ചെയ്ത എല്ലാവർക്കും എതിരെയും അല്ലെങ്കിൽ അതിൽ ആളുടെ പേരുള്ളത് കൊണ്ട് തന്നെ ചെയ്ത എല്ലാവർക്കും എതിരെയും കേസ് വരുന്നുണ്ട്. ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്നുള്ളത് പറയുന്ന ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഇപ്പോഴും ആൾക്കാർ ആ മാർട്ടിൻ എന്ന് പറഞ്ഞ പെരുങ്കളൻ്റെ വീഡിയോ വിശ്വസിച്ചിട്ട് ഇങ്ങനെ നടന്നിട്ടില്ല എന്ന് പറയുമ്പോഴുണ്ടല്ലോ, അത് കാണുന്ന ഈ വ്യക്തിക്ക് എന്തുമാത്രം ഹേർട്ട് ചെയ്യുന്നറിയോ. കാരണം താൻ അനുഭവിച്ചതൊന്നും പോരെ, ഇനി ഇവരുടെ വിമർശനവും കേട്ട് ഇങ്ങനെ നടന്നിട്ടില്ല എന്നും പറയുമ്പോൾ അതിൻ്റെ വേദനയും ഞാൻ സഹിക്കണം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലായിരിക്കും ആൾ ആ പോസ്റ്റ് ഇട്ടേക്കുന്നത്. ശരി എന്നാൽ ടാറ്റ.